സോ ഇന്ന് നമ്മോടൊപ്പം പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഹെൽത്ത് കെയർ സെക്ടറിൽ എക്സ്പീരിയൻസ് ഉള്ള ആസ്റ്റിന മാം ആണ്. മാം, വെൽക്കം ടു കോൺസ്റ്റെക്. താങ്ക് യു. സോ എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റൽ സെക്ടർ അഥവാ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് ഒരു സെക്യൂർ ആയിട്ടുള്ള, അതിപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിലാണെങ്കിലും ഹ്യൂമൻ റേസ് ഉള്ള കാലം വരയ്ക്കും ഇതൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബാണ്. സോ ആ ഒരു ഫീൽഡിൽ നമുക്ക് ഒരു പല വിങ്സ് ഉണ്ട്. അതിലെ ഏറ്റവും ഒരു എന്താ പറയുക, ഡെയിലി ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു വിങ്ങാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വിങ്. ഓക്കെ, ഇതിനകത്ത് വരുന്നത് നമ്മുടെ PR, HR, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന റിസപ്ഷൻ, ഇങ്ങനെയുള്ള പല അഡ്മിനിസ്ട്രേറ്റീവ് ലെവലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇതിനകത്ത് വരിക. ഓക്കെ, ഇത് +2 അഥവാ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഏത് സ്റ്റുഡൻസിനാണെങ്കിലും പെട്ടെന്ന് തന്നെ അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഓക്കെ, നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷണൽ ലെവലാണ്. ഡേ ടു ഡേ ഓപ്പറേഷൻസ് ചെയ്യാമെന്നുള്ള, അല്ലെങ്കിൽ ഡേ ടു ഡേ വരുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറായിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് നിൽക്കുന്ന മാനേജീരിയൽ ലെവൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പോയാലും ഡിഗ്രിയോ അല്ലെങ്കിൽ നമ്മുടെ PG ലെവലോ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അത് മാനേജീരിയൽ ലെവലായിട്ടുള്ള കാര്യമാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് ചെയ്യാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? ഈ കോഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് +2 അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിലും നമുക്ക് മതി. ഓക്കെ, ഇപ്പോൾ +2 ലെവൽ ഏത് സ്ട്രീം എടുത്താലും, ഇപ്പോൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഏത് സ്ട്രീം എടുത്താലും, അതുപോലെ ഡിഗ്രി ഇപ്പോൾ BSc ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, ഏത് സ്ട്രീം എടുത്താലും നമുക്ക് ഈ കോഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഈ കോഴ്സ് എടുത്താൽ എന്താണ് ജോലി സാധ്യത? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ ജോലി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് ഹ്യൂമൻ റേസ് അല്ലെങ്കിൽ മനുഷ്യന്മാരുള്ളിടത്തോളം കാലം വരയ്ക്കും പോകുന്ന ഒരു മേഖലയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു എൻഡ് ഉണ്ടായിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ അഥവാ ഈ മുമ്പ് പറഞ്ഞ പോലെ ഓപ്പറേഷണൽ ലെവലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതിനകത്ത് എപ്പോഴും വർക്കിംഗ് ആയിരിക്കും. സോ അതിലോട്ടാണ് നിങ്ങൾ പ്ലേസ്ഡ് ആവുന്നത്. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഈ ഒരു കോഴ്സ് എവിടെ പഠിക്കാൻ പറ്റും? അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിൽ ഏതായിരിക്കും ബെറ്റർ? ഓക്കെ, ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് പഠിക്കുന്നതിൻ്റെ സിലബസ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമായിക്കോട്ടെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പഠിക്കേണ്ടതായിട്ടുള്ള സിലബസ് എങ്ങനെയാണെന്നുള്ളതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോഴത്തെ നിലവിലുള്ള ഹോസ്പിറ്റൽ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള സിലബസ് ആണോ അവരവിടെ പഠിപ്പിക്കുന്നത്? ഇതാണ് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോഴത്തെ ഒട്ടുമിക്ക ഹോസ്പിറ്റൽസും NABH അക്രിഡേറ്റഡ് ആണ്, അല്ലെങ്കിൽ അത് അക്രിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഹോസ്പിറ്റൽസ് ആണ് ഇപ്പം മെയിൻലി ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സിലബസ് ആണോ, അതിനെ കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന സിലബസ് ആണോ നമ്മൾ പഠിക്കണ്ടേ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാനായിട്ട്. സോ നാളെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ച് തരുമോ, ഇതൊക്കെ നമ്മൾ ആദ്യമേ അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് സർട്ടിഫിക്കേഷൻ. സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവരുടെ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇറക്കുന്ന സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതല്ലാതെ നമുക്ക് ഏറ്റവും വാല്യൂ ആയിട്ടുള്ള ഒന്നെങ്കിൽ ഗവൺമെൻറ് സർട്ടിഫൈഡ് ആയിട്ടുള്ള, അതും അല്ലെങ്കിൽ ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഈ കോഴ്സ് എടുക്കുമ്പോൾ ഇതിൽ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്സ് ഇൻക്ലൂഡഡ് ആണോ? ഈ ഒരു ഫീൽഡിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എന്നുള്ളത് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കാര്യം മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ ഫീൽഡിൽ വരുന്നത് ഒട്ടും ഇതിനെപ്പറ്റി അറിയാത്ത അല്ലെങ്കിൽ മറ്റുള്ള സ്ട്രീമുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. സോ അവർക്ക് ഈ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിനെ കുറിച്ച് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് അഥവാ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത്. അതിൽ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അത് 6 months ഉണ്ട്, 3 months ഉണ്ട്. അത് ഓരോ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ച് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും.
താങ്ക് യു സോ മച്ച് മാം ഫോർ ദിസ് വാല്യുബിൾ ടൈം. സോ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആൻഡ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ സഹായിക്കുന്നതാണ്. സോ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.